ഇന്ന് ഇഡ്ഡലിക്കും ദോശയ്ക്കുമൊക്കെ കൂടെ കൂട്ടാനായിട്ട് സാമ്പാറിനും ചട്നിക്കും പകരമായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത്. കണ്ടാൽ സാമ്പാർ പോലെ തന്നെ ഇരിക്കും, പക്ഷേ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തക്കാളിയും സവാളയും മാത്രം മതി. ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ നല്ല ബെസ്റ്റായിട്ട് പോകുന്ന കോമ്പിനേഷനാണ് കേട്ടോ. നല്ല കുറിയ ചാറിൽ ഇതുപോലെ ഇങ്ങനെ ഇരിക്കും, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പം അതിൻ്റെ റെസിപ്പിയുടെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ, ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് 2 വലിയ സവാള ചെറുതായിട്ട് നമ്മൾ സാമ്പാറിനെല്ലാം മുറിക്കുന്ന പോലെ മുറിച്ചിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചെറിയൊരു പീസ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, അത് വേറെ ആവശ്യം വരും, അതുകൊണ്ടാണ്. അപ്പോൾ 2 വലിയ സവാളയുടെ 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 3 സാമാന്യം വലിപ്പമുള്ള തക്കാളിയും നമ്മൾ സാമ്പാറിന് മുറിക്കുന്ന പോലെ തന്നെ മുറിച്ചിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4-5 പച്ചമുളക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഞെട്ട് കളഞ്ഞ് കഴുകി മാത്രം ഇട്ട് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഒരു 10-15 വെളുത്തുള്ളിയുടെ അല്ലിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലുതാണെന്നുണ്ടെങ്കിൽ 6-7 മതി, ചെറുതായതുകൊണ്ട് കൂടുതലെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പ് ഇനിയും ആവശ്യം വരും, പക്ഷേ ഇപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഈ തക്കാളി സവാള മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്താണെന്ന് വെച്ചാൽ തക്കാളി സവാള എല്ലാം നല്ലപോലെ വെള്ളമയം ഉള്ളതാണ്, അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് ഒറ്റ വിസിലിൽ ഇതൊന്ന് പെട്ടെന്നൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഈ തക്കാളി സവാള ഇവിടെ വേവിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിവിടെ ഇങ്ങനെ നീക്കി വയ്ക്കാം. നീക്കി വയ്ക്കുന്നതിന് മുന്നേ നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് മാറ്റി എടുക്കണം. ഇതിൽ ഉണ്ടായിരിക്കുന്ന വെള്ളം നമുക്ക് വേറൊരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരയ്ക്കുമ്പോൾ ഇത്രയും വെള്ളം ആവശ്യമില്ല, അതുകൊണ്ടാണ് നമ്മൾ വെള്ളം നീക്കി വയ്ക്കുന്നത്. വെള്ളം അതുപോലെ ഇങ്ങനെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ തക്കാളി സവാള ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പം നമുക്കിതൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരണം. അപ്പോൾ ഇതിവിടെ നീക്കി വയ്ക്കുക. ഈ വെള്ളം നമുക്ക് ആവശ്യം വരും, അതുകൊണ്ടാണിത് നീക്കി വയ്ക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം ഞാനിത് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പം ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്ക് ചൂടാറുന്ന സമയം കൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അല്ലെങ്കിൽ കുക്കിംഗ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഏതാണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടായി വരുമ്പം കടുക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കടുക് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകത്തിൻ്റെ കൂടെ നിങ്ങൾ മുഴുവൻ ഉലുവയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഉലുവയും നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഞാനിവിടെ ഉലുവ പൊടിയാണ് ചേർക്കുന്നത്, അതുകൊണ്ട് ലാസ്റ്റാണ് ചേർക്കുന്നുള്ളൂ. ഉലുവ ചേർക്കുന്നവർക്ക് ഈ സമയത്ത് ഉലുവയും കൂടിയും ഒന്ന് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ ജീരകവും കടുകും പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന സവാള പകുതി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് എടുത്തിട്ട് അതൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പം നേരത്തെ മാറ്റി വെച്ചിരുന്ന സവാള ഞാൻ 1/4 ഭാഗം മാറ്റി വെച്ചിരുന്നു പറഞ്ഞിരുന്നു, ആ സവാളയാണിത്. അതൊന്ന് ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊന്ന് മിക്സ് ചെയ്യണം. സവാള എല്ലാം ശരിക്കും ഒന്ന് വാട്ടി എടുക്കണം. സവാള ചെറുതായിട്ടൊന്ന് വഴന്നു തുടങ്ങുമ്പം അതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. കറിവേപ്പിലയെല്ലാം നല്ലപോലെ ധാരാളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഈ കറിക്ക്. അപ്പോൾ ധാരാളം കറിവേപ്പിലയും ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ഒന്ന് വാടിക്കഴിഞ്ഞപ്പം കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും സവാളയും ശരിക്കും ഒന്ന് വഴറ്റി എടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ചുമന്ന മുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചുമന്ന മുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം ശരിക്കൊന്ന് വഴറ്റി ശരിക്കൊന്ന് വാടി കിട്ടാനായിട്ട് കുറച്ച് സമയം ചെറിയ ചൂടിൽ ഇതൊന്ന് അടച്ച് വയ്ക്കാം. ശരിക്കൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് ചെറിയ ചൂടിൽ ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. സവാള ശരിക്കൊന്ന് വാട്ടി വഴറ്റിയെടുക്കാനായിട്ട് ചെറിയ ചൂടിൽ ഇതൊന്ന് അടച്ച് വയ്ക്കാം. 2-3 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കിയിട്ട് വേണം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഉള്ളി ശരിക്ക് വഴന്ന് കഴിഞ്ഞിട്ട് വേണം പൊടി ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ ഉള്ളി ശരിക്ക് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ആദ്യം തന്നെ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി അധികം ചേർക്കണമെന്നില്ല, നമുക്ക് ഇതിനൊരു റെഡ് കളറാണ് ഏകദേശം വരുന്നത്, അതുകൊണ്ട് മഞ്ഞൾപ്പൊടി വളരെ കുറച്ചേ ചേർക്കുന്നുള്ളൂ. അതിന് ശേഷം കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ പച്ചമുളകെല്ലാം ചേർത്ത് അരച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കാശ്മീരി മുളക് പൊടിയുടെ സ്ഥാനത്ത് നമുക്ക് സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. എരിവ് കുറവുള്ള കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
അതിനുശേഷം പൊടികളുടെ പച്ചമണം ശരിക്ക് പോയി കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ചിട്ട് മിക്സിയിൽ അരച്ച് വെച്ചത് അതൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് അരച്ച് വെച്ചത് ഫുള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച വെള്ളമില്ലേ, ഒരു ബൗളിൽ നേരത്തെ കുക്കറിൽ നിന്ന് മാറ്റി വെച്ച വെള്ളം ആദ്യം ആ വെള്ളം ചേർത്ത് കൊടുത്തു. അതിനുശേഷം അതുപോലെ തന്നെ വേറെ കുറച്ച് സാധാരണ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു. നമുക്കിതിൽ എന്തോരം വെള്ളം വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ശരിക്കും തക്കാളിയുടെ പുളിയെല്ലാം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് പുളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ വെള്ളം ചേർക്കുന്ന സമയത്ത് അതിൽ നമുക്ക് പുളി പിഴിഞ്ഞിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളിയുടെ പുളി നല്ലപോലെ ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ പുളി പിഴിഞ്ഞ് ചേർക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നല്ലപോലെ ഇതിനിപ്പോൾ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. യോജിപ്പാകാനായിട്ട് ശരിക്കും ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് മുന്നേ തന്നെ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്തോരം വേണമെന്നുള്ള അളവിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഉലുവ പൊട്ടിക്കുന്നവർ കടുകിൻ്റെ കൂടെ പൊട്ടിക്കണം. ഞാൻ പൊടി ചേർക്കുന്നതുകൊണ്ടാണ് അവസാനം ചേർത്ത് കൊടുക്കുന്നതെന്നുള്ളത്. ഇനിയിപ്പോൾ ഇതൊന്ന് ശരിക്കൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ കയ്യിലുള്ള സാമ്പാർ പൊടി ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ സാമ്പാർ പൊടി ചേർക്കണമെന്നില്ല. ഇപ്പം ഞാനിപ്പോൾ ഒരു സ്പൂൺ സാമ്പാർ പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ശരിക്കും ഒന്ന് തിളപ്പിച്ചെടുക്കണം. ശരിക്കും ഈ പൊടികളും ഇതെല്ലാം യോജിപ്പാകാൻ പാകത്തിന് ഒരു 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കുക. അതിന് ശേഷം ഓപ്ഷണലാണ് മല്ലിയില. ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഇത് ശരിക്കും ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ റെസിപ്പി. അതാണ് ഞാൻ പറഞ്ഞത്, സവാളയും തക്കാളിയും മാത്രം മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി ഇഡ്ഡലിക്കും ദോശയ്ക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മളിതിൽ എല്ലാം ചേർത്ത് കഴിഞ്ഞു കേട്ടോ. മല്ലിയിലയും എല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇതൊന്ന് യോജിപ്പാകാനും ഒന്ന് കുറുകി വരാനുമായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം വീണ്ടും ഒന്ന് തിളപ്പിക്കുക. അപ്പോൾ തിളയ്ക്കുമ്പം ആ പൊടികളും അതെല്ലാം ശരിക്കും യോജിപ്പായി ചേർന്ന് വരും. അതുപോലെ തന്നെ ഒന്ന് കുറുകി വരുമ്പോൾ തന്നെ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് പുളി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/2 സ്പൂൺ ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് പുളി കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ആ പുളി ഒന്ന് ബാലൻസായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ അതിൻ്റെ പണി. ഇനിയിപ്പോൾ നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷാണ് ഇഡ്ഡലിക്കും ദോശയ്ക്കും. നമുക്ക് സാമ്പാറെന്ന് പറയാൻ പറ്റില്ല, ഫുള്ളായിട്ട് സാമ്പാറെന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഇഡ്ഡലിക്കും ദോശയ്ക്കും കൂട്ടി കഴിക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു സൈഡ് ഡിഷാണ്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ആദ്യമായിട്ട് എൻ്റെ റെസിപ്പി കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്നും പറയുന്ന പോലെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ടുള്ള വേറൊരു റെസിപ്പിയായിട്ട് ഉടനെ കാണുന്നവരേക്കും താങ്ക് യു.